प्रपञ्च सत्यं भजे। गुरुब्रह्मा गुरुविष्णु गुरुदेवो महेश्वर गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम श्री शारदांबाये नमः। ओम ब्रह्मश्री स्वामी सूर्यनारायण दीक्षित गुरवे नमो नमः। ഗുരുപരമ്പരയ്ക്ക് വന്ദനം. ഏറെ ബഹുമാന്യരായ ഭക്തജനങ്ങളെ, ബ്രഹ്മശ്രീ സ്വാമി സൂര്യനാരായണ ദീക്ഷിത സ്വാമികളുടെ മഹാസമാധി പീഠത്തിന് അടുത്താണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത്. ഗുരുനാഥൻ എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വാത്സല്യത്തോടെ ഏതൊരാൾ എന്താവശ്യത്തിനാണോ ഗുരുനാഥൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്, ഗുരുനാഥൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നത്, അവർക്കെല്ലാം വേണ്ടുന്നതായ കാര്യങ്ങളെ ഭഗവാന്റെ ആ ഉപാസനാമൂർത്തിയായ ഗുരുനാഥൻ്റെ ഉപാസനാമൂർത്തിയായ സൂര്യഭഗവാനിലൂടെ ഉത്തിഷ്ട കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ആരാധനാ സമ്പ്രദായമാണ് കോത്തല ശ്രീ സൂര്യനാരായണപുരം ക്ഷേത്രത്തിലുള്ളത്. ഇവിടെ ശ്രീകോവിലിനുള്ളിൽ മഹാഗണപതി സങ്കല്പം, മഹാദേവ സങ്കല്പം, മഹാവിഷ്ണു സങ്കല്പം, മഹാദേവി സങ്കല്പം, അതുപോലെ തന്നെ സൂര്യദേവനും ആണ്. അങ്ങനെ 5 പൂജകൾ നടക്കുന്ന വ്യത്യസ്തമായ രീതിയിലുള്ള ആരാധനാ സമ്പ്രദായമുള്ള കേരളത്തിലെ അപൂർവം സൂര്യക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോത്തല ശ്രീ സൂര്യനാരായണപുരം ദേവസ്വം ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത്. ഗുരുനാഥനെ സംബന്ധിച്ചിടത്തോളം ഈ കോത്തലയിലെത്തിയപ്പോൾ ഒരു ഭജനമഠം സ്ഥാപിച്ച് ആ ഭജനമഠത്തിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് അവരുടെ വിഷമതകൾ അറിഞ്ഞ് അതിന് വേണ്ടുന്നതായ കാര്യങ്ങളെ ഉപദേശിച്ച് അവർക്ക് പരിഹാരം കണ്ടുകൊടുക്കുവാൻ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നുള്ളത് വളരെ വിശിഷ്ടമായ ഒരു കാര്യമാണ്. ഇവിടെ എത്തുന്ന ആളുകളോട് ഗുരുനാഥൻ പറയും, അവരുടെ ആവശ്യം ഏതാണോ അതറിഞ്ഞിട്ട് ആ ഭജനമഠത്തിൽ ഭജനമിരുന്നും, അതുപോലെ തന്നെ ഗുരുനാഥൻ ചില ഔഷധങ്ങളെ കൊടുത്തുമൊക്കെ ആളുകൾക്ക് ഏതാണോ ആവശ്യം അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുമായിരുന്നു. മാനസിക വിഭ്രാന്തിയുള്ള ആളുകൾ ഗുരുനാഥൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവർക്ക് ഗുരുനാഥൻ ഒന്നുകിൽ ധാര നടത്തുകയോ അതുപോലെ തന്നെ സൂര്യഭഗവാന്റെ ആ തിരുമുമ്പിൽ വെച്ച് അവിടെ പ്രാർത്ഥന നടത്തിയ ആ നെയ് സേവിക്കാനോ കൊടുക്കുമ്പോൾ അവർക്ക് നല്ല സുഖത്തോടു കൂടി ഈ സന്നിധിയിൽ നിന്നും തിരിച്ചു പോകുന്നതായിട്ട് പലർക്കും കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പല വിഷമതകളുമായി എത്തുന്ന ആളുകൾക്ക് അവർക്ക് ആ ഗുരുനാഥൻ ചിലപ്പോൾ ഒരു വായു ഗുളികയായിരിക്കും കൊടുക്കുന്നത്, അതുകൊണ്ട് അത് രോഗം മാറാറുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഗുരുനാഥൻ ആ തൃക്കൈയിൽ വെച്ച് കണ്ണുകൾ അടച്ച് ആദിത്യ ഭഗവാനെ ധ്യാനിച്ചിട്ട് അവരിലേക്ക് കൊടുക്കുന്ന ആ ഭസ്മം കൊണ്ട് ആ ഭക്തൻ്റെ വിഷമതകൾ അല്ലെങ്കിൽ രോഗങ്ങൾ മാറിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ സന്നിധിയിൽ നിന്നും കൊടുക്കുന്ന ആ തീർത്ഥം, അതുകൊണ്ട് ആളുകൾക്ക് രോഗങ്ങൾ മാറിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി സവിശേഷതകൾ ഉള്ള ഒരു പ്രത്യേക മഹത്വത്തിന് ഉടമയാണ് ബ്രഹ്മശ്രീ സ്വാമി സൂര്യനാരായണ ദീക്ഷിത ഗുരു. നമുക്കറിയാം, ഒരു സൂര്യക്ഷേത്രം എന്ന് പറയുമ്പോൾ ആ സൂര്യക്ഷേത്രത്തിൻ്റെ മഹത്വം നമ്മളൊന്ന് ചെറുതായിട്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെയും നിലനിൽപ്പിന് ആധാരമായത് ശ്രീ സൂര്യനാണ്. ആ സൂര്യനെ നമ്മൾ ഭൂമിയുടെ 16 മടങ്ങ് വലിപ്പമുണ്ട് എന്ന് പറയുമെങ്കിലും ഇവിടെ ആ സയൻസുകാർ ആ 16 മടങ്ങ് വലിപ്പമുണ്ടെന്ന് പറയുമ്പോൾ ഭാരതത്തിലെ ജനങ്ങൾ ആ സൂര്യനെ ദേവനായി കണ്ട് ആരാധിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഈ നമ്മൾ കഴിക്കുന്ന ആ ആഹാരം പാചകം ചെയ്യുന്നതിന് സസ്യങ്ങൾക്ക് താപം വേണം. ആ താപം സൂര്യനിൽ നിന്ന് കിട്ടുന്നു. നമ്മുടെ ശരീരത്തിനുള്ള പല രോഗങ്ങളും വൈഷമ്യതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറുന്നതിന് സൂര്യകിരണം നമ്മുടെ ശരീരത്തിൽ ഏൽക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ സൂര്യഭഗവാൻ എന്ന് പറയുന്ന ആ ആരാധനാമൂർത്തി ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും വേണ്ടുന്നതായ ആ സത്തിനെ പ്രദാനം ചെയ്യുന്ന ഒരു ദേവനാണ്. ആ ദേവനെയാണ് നമ്മുടെ ഗുരുനാഥൻ കോത്തല എന്ന ദേശത്ത് ആ ശ്രീകോവിലിനുള്ളിൽ ആ സൂര്യഭഗവാനെ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തുവാൻ നമുക്ക് വഴി കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സൂര്യസന്നിധിയിലെത്തി ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ അറിയാം, ഓം അല്ലയോ പ്രാണനായുള്ളവേ പരിശുദ്ധ സ്വരൂപ ആനന്ദ ദാതാവായ സാമിൻ സർവജ്ഞ ജഗൽപിതാവേ പൂജനീയ പാപവിനാശന എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനയ്ക്കകത്ത് എല്ലാ കാര്യങ്ങളെയും കോർത്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങളെയും രക്ഷിക്കണം, നമ്മുടെ ബന്ധുമിത്രാദികളെ അനുഗ്രഹിക്കണം, അങ്ങനെ തുടങ്ങി നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റണം, നമ്മുടെ സമൂഹത്തിനുള്ള അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യണം എന്ന് തുടങ്ങിയുള്ള ആ ഒരു പ്രാർത്ഥന സൂര്യഭഗവാനോട് നടത്തുന്ന ആ ഒരു പ്രാർത്ഥനയുടെ മഹാത്മ്യം അതെല്ലാം നമ്മളെ ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരുനാഥൻ്റെ അടുത്തേക്ക് ചില ഭക്തരൊക്കെ അവരുടെ ദേഹത്ത് ചില രോഗങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ, ഈ പുഴു കടിച്ച് അല്ലെങ്കിൽ അങ്ങനെ തടിച്ചു പൊങ്ങുന്ന രോഗങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ നേരിട്ട് കണ്ട ചില സംഭവങ്ങളുണ്ട്. അങ്ങനെ വരുന്ന ചില ആളുകൾ ഗുരുനാഥൻ ക്ഷേത്രത്തിനുള്ളിലെ ആ മണ്ഡപത്തിലേക്ക് കയറി ഇരിക്കുന്ന സമയത്ത് ഗുരുനാഥൻ അവിടെ കാലുകൾ തമ്മിൽ ചേർത്ത് കഴുകും. അപ്പോൾ ആ കഴുകുന്ന സമയത്ത് ആ തീർത്ഥത്തെ ഭഗവാന്റെ അല്ലെങ്കിൽ ആ ഗുരുനാഥൻ കാല് കഴുകുന്ന ആ ജലത്തെ കയ്യിലേക്ക് മേടിച്ച് അത് കുടിക്കുകയും ഒപ്പം ദേഹത്ത് തൂക്കുകയും ചെയ്യുമ്പോൾ ചില ആളുകളുടെ രോഗങ്ങൾ മാറിയതായിട്ട് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അവരോട് അനുവാദമില്ലാത്തതുകൊണ്ട് പേരുകൾ പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾക്ക് അനുഭവങ്ങൾ നൽകിയിരിക്കുന്ന ആ ഗുരുനാഥൻ നമുക്ക് എന്നും വഴികാട്ടിയാണ്. ആ ഗുരുനാഥൻ്റെ ഭൗതിക ശരീരം ഇവിടെ ശിവഗിരി കുന്നിലെ മഹാഗുരുവിൻ്റെ ആ ഭൗതിക ശരീരം കുന്നിന് മുകളിൽ ഇരുത്തിയിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ കോത്തല ആ സൂര്യക്ഷേത്രത്തിന് സമീപം ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആ സ്ഥലത്ത് ഗുരുനാഥൻ്റെ ആ ഭൗതിക ശരീരത്തെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. എന്നും ലോകമുള്ള കാലം അത്രയും അതിന് യാതൊരു കേടുപാടും വരാതെ അതിനെ പരിപാലിക്കത്തക്ക രീതിയിൽ ഔഷധക്കൂട്ടുകൾ നിറച്ചുകൊണ്ടാണ് ആ സമാധി ഇരുത്തിയിരിക്കുന്നത്. സമാധി ഇരുത്തൽ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തത് ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികളാണ് എന്നുള്ള ഒരു പ്രത്യേകതയും നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് സച്ചിദാനന്ദ സ്വാമികൾ ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതിയാണ്, അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ പ്രസിഡന്റാണ്. അങ്ങനെയുള്ള ആ സച്ചിദാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരുദേവനെ പറ്റി പറയുന്നത് പോലെ തന്നെ കോത്തല ഗുരുനാഥനെ പറ്റിയും പല വേദികളിലും പറയുമായിരുന്നു. നമ്മളെയെല്ലാം വിട്ടുപിരിഞ്ഞ് മഹാസമാധി പ്രാപിച്ചിരിക്കുന്ന ശ്രീമദ് അസ്പ്രശാനന്ദ സ്വാമികളും കോത്തല സൂര്യക്ഷേത്രത്തിലെ ഒരു സന്ദർശകനും ഇവിടുത്തെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത് പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്ന ഒരു സന്യാസി ശ്രേഷ്ഠനായിരുന്നു. അദ്ദേഹവും ഗുരുനാഥനെ പറ്റി പല വേദികളിലും പറയുന്നത് കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഗുരുനാഥൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതെല്ലാം രീതിയിലാണ് ഒരു മനുഷ്യന് മുന്നോട്ട് പോകേണ്ടത് അതിനെല്ലാം വേണ്ടുന്നതായ വഴികളെ ഒരുക്കി തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ അനുഭവിച്ചറിയുക. അതിനുവേണ്ടി നമ്മൾ ഈ ക്ഷേത്ര സങ്കേതത്തിൽ എത്തിച്ചേർന്ന് ഇവിടുത്തെ പ്രാർത്ഥനകളിൽ പങ്കാളികളായി, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനമായ ഒരു വഴിപാട് തന്നെയാണ് ശാന്തി ഹവനം. ആ ശാന്തി ഹവനത്തിലുമൊക്കെ നമ്മൾ പങ്കാളികളായി, ആ ശാന്തി ഹവനത്തിൽ പങ്കാളികൾ
ആകുന്ന ആളുകൾക്ക് മുഴുവൻ അത് കഴിയുമ്പോൾ അന്നദാനം കൊടുക്കുന്നു. ഈ സന്നിധിയിൽ വരുന്ന ഒരാൾ പോലും വിശന്നു പോകരുത് എന്നുള്ളത് ഗുരുനാഥൻ്റെ ഒരു നിർബന്ധമായ കാര്യമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവനെയും ഗുരുനാഥനെയും ഒക്കെ ബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഋഷിമാരുടെ പ്രത്യേകതയാണിതെല്ലാം. ഗുരുദേവനും പറയുമായിരുന്നു, ഇവിടെ നമ്മുടെ സന്നിധിയിൽ എത്തുന്ന ആളുകൾ വിശന്നു പോകാൻ പാടില്ല, അവർക്ക് അന്നം കൊടുക്കണം, അവരുടെ വിശപ്പടക്കുവാൻ. അത് ചോറില്ല എങ്കിൽ കപ്പ പുഴുങ്ങി കൊടുത്താലും മതി എന്ന് പറഞ്ഞ സന്ദർഭങ്ങൾ പോലുമുണ്ട്. ഇവിടെ നിന്നും 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ആണ് ഈ സന്നിധിയിൽ നിന്നും, സജി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹമാണ് ഈ സന്നിധിയിൽ നിന്നും ആദ്യമായി പീതപതാകയും എന്തി ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ എന്ന ആ മന്ത്രത്തോടുകൂടി ശിവഗിരിയിലേക്ക് പുറപ്പെട്ടത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഏതാനും ചില സുഹൃത്തുക്കളും പാമ്പാടി എന്ന് കൂടി അങ്ങനെ ഇന്നത് ഒരു നല്ലൊരു കൂട്ടായ്മയോടുകൂടി ഈ സന്നിധിയിൽ നിന്നും പോവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ന് ഇവിടെ നിന്നും പുറപ്പെടുന്ന ആ 5 പദയാത്രികർ ശിവഗിരിയിൽ എത്തിച്ചേരുമ്പോൾ അതിനൊരു മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് 1932 ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്നത്. അത് ആരംഭിച്ചത് പത്തനംതിട്ട ജില്ലയിലെ മൂലൂർ പത്മനാഭ പണിക്കരുടെ കേരള സൗധം എന്ന് പറയുന്ന ആ സന്നിധിയിൽ നിന്നാണ്. അവിടെ നിന്നും ആരംഭിച്ച ആ പദയാത്ര ശിവഗിരിയിൽ 1932 ഡിസംബർ മാസം 30 എത്തിച്ചേരുകയും അവര് ആദി പദയാത്രികർ എന്ന ആ ഒരു ഖ്യാതി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബഹുമതി അന്നത്തെ മഠാധിപതിയായിരുന്ന സുഗുണാനന്ദഗിരി സ്വാമികളിൽ നിന്നും സ്വീകരിക്കുകയുണ്ടായി. പിന്നീട് 1933 കോട്ടയത്തു നിന്നുള്ള 4 പേര് ശിവഗിരിയിൽ എത്തിച്ചേർന്നത്. അവർ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ അത് രണ്ടാമത് എത്തിയ ഒരു പദയാത്രികരായിപ്പോയി. അങ്ങനെ രണ്ടെന്നും ഒന്നുമില്ല. കാരണം ഭഗവാന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന ആളുകളെല്ലാം ഭഗവാന് ഒരുപോലെയാണ്. അപ്പോൾ നമുക്കറിയാം, അവിടെ അങ്ങനെ 5, 4, 9 പേര് ശിവഗിരിയിലേക്ക് ആദി പദയാത്രികരായി എത്തിയെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ലക്ഷോപലക്ഷം ജനങ്ങൾ ശിവഗിരിയിലേക്ക് ഒഴുകിയെത്തി ഭഗവാന്റെ അനുഗ്രഹം മേടിക്കുന്നു, അവരുടെ ഉത്തിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നു. നമുക്കറിയാം, പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ നല്ല പ്രായമുള്ള അമ്മമാരും അച്ഛന്മാരും പോലും പദയാത്രികരായി ശിവഗിരിയിൽ എത്തിച്ചേരുന്നു. അത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം അവർക്ക് ക്ഷീണങ്ങളില്ല, അവർക്ക് തളർച്ചകളില്ല. അവരുടെ മനസ്സിലുള്ള ആ ഒരു ചിന്ത ആ ശ്രീനാരായണ ഗുരുദേവന്റെ ആ സ്വർഗഭൂമിയിലേക്ക് കടന്നു ചെന്ന് ഭഗവാനെ ഒന്ന് കാണണമെന്നുള്ള ആ വിചാരത്തോടു കൂടി തന്നെയാണ് അവർ പോകുന്നത്. കോട്ടയത്ത് നാഗമ്പടത്തപ്പൻ്റെ തിരുമുറ്റത്ത് നിൽക്കുന്ന തേന്മാവിൻ്റെ ചുവട്ടിൽ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ വിശ്രമിക്കുന്ന സമയത്താണ് മാരിയിൽ കിട്ടൺ റൈറ്ററും അതുപോലെ തന്നെ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ഭഗവാന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. അവർ ഭഗവാനെ നമസ്കരിച്ചു. ആ സമയത്ത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ വൈദ്യരോട് ചോദിക്കുന്നുണ്ട്, എന്താ വൈദ്യരെ വിശേഷിച്ച് റൈറ്ററുമായിട്ടെന്ന്. അങ്ങനെയാണ് ആ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ആ അനുമതിക്ക് ഒരു തുടക്കം കുറിക്കുകയാണ് അവിടെ. അപ്പോൾ വൈദ്യർ പറയുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചോദ്യ ഉത്തര രൂപേണ തയ്യാറാക്കിയിട്ടുണ്ട്, അത് ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ചുള്ളതാണ് എന്ന് സൂചിപ്പിക്കുമ്പോൾ ഞാൻ വളരെ ചുരുക്കിയാണ് കാര്യങ്ങൾ പറയുന്നത്, നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടാവാം. അപ്പം അങ്ങനെ പറയുന്ന സന്ദർഭത്തിൽ അത് വായിക്കാൻ പറയുമ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വായിച്ച് വരുമ്പോൾ അവിടെ ഒരു തീർത്ഥാടനം എന്ന് കേൾക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ പറയുകയാണ്, ശിവഗിരിക്കോ തീർത്ഥാടനമോ കൊള്ളാമല്ലോ, നമ്മുടെ കുഴൽ വെള്ളത്തിൽ കുളിക്കാം, ശാരദാദേവിയെ വന്ദിക്കുകയും ചെയ്യാമെന്നാണ് പറഞ്ഞത്. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിക്കുന്നിന് താഴ്വരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശാരദാമ്മ ശ്രീനാരായണ ഗുരുദേവൻ വിളിച്ചപ്പോൾ വിളി കേട്ട അമ്മയാണ്. ശിവഗിരിയിലേക്ക് കടന്നു ചെല്ലുന്ന ശ്രീനാരായണ ഗുരുദേവനോട് അടുപ്പമുള്ള ആളുകളോട് കൂടെ ചെല്ലുന്ന ആളുകളോട് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അടുപ്പം വരും. അതുപോലെ തന്നെ അടുപ്പമുള്ള ആളുകളോട് സ്വാമി തൃപ്പാദങ്ങൾ ചോദിക്കുമായിരുന്നു, നമ്മുടെ അമ്മയെ കണ്ടുവോ, നമ്മുടെ അമ്മയെ തൊഴുതുവോ, കുഞ്ഞുങ്ങളെ അമ്മയെ തൊഴിയിച്ചോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ പല സന്ദർഭങ്ങളിൽ സഹോദരൻ അയ്യപ്പൻ ഇത് കേൾക്കാനിടയായിട്ടുണ്ട്. അങ്ങനെ ആ സഹോദരൻ അയ്യപ്പൻ ഒരു ദിവസം 3 സുഹൃത്തുക്കളുമായി ഭഗവാനെ കാണാൻ ചെല്ലുന്ന സമയത്ത് വൈദിക മഠത്തിലെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് സ്വാമി തൃപ്പാദങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ കടന്നു ചെന്നപ്പോൾ അവരോട് തൃപ്പാദങ്ങൾ ചോദിച്ചു, നമ്മുടെ അമ്മയെ തൊഴിയിച്ചോ, കുഞ്ഞുങ്ങളെ അമ്മയെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ
വിളിച്ചപ്പോൾ സഹോദരൻ അയ്യപ്പൻ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു. ഇത് കണ്ട ശ്രീനാരായണ ഗുരുദേവൻ ആ വൈദിക മഠത്തിൽ നിന്നും എഴുന്നേറ്റ് നേരെ ശാരദാമഠത്തെ ലക്ഷ്യമാക്കി ശാരദാമഠത്തിൽ ചെല്ലുകയും അവിടെ നിന്നും ശാരദാമഠത്തിന് ഉള്ളിലേക്ക് ഭഗവാൻ കയറുന്നതിന് മുമ്പ് കാലുകൾ കഴുകിയിട്ട് ആ ശാരദാമഠത്തിന് ആ മതിലിനകത്തേക്ക് കയറി നിന്ന് ആ മണ്ഡപത്തിലേക്ക് കയറി നിന്ന് നേരെ പുറകെ നിൽക്കുന്ന ആ ഭക്തന്മാരെ മുഴുവൻ നോക്കി. കാരണം ഭഗവാന്റെ കൂടെ അന്ന് ധാരാളം ശിഷ്യന്മാരുണ്ട്, അതുപോലെ അവിടെ കൂടിയ മറ്റ് ഭക്തന്മാരുണ്ട്. സഹോദരൻ അയ്യപ്പൻ അടക്കമുള്ള ആളുകളെ നോക്കിയിട്ട് സ്വാമി തൃപ്പാദങ്ങൾ ആ ശ്രീകോവിലിന് ഉള്ളിലേക്ക് വീണ്ടും നോക്കിയിട്ട് ശാരദേ എന്ന് നീട്ടി വിളിച്ചപ്പോൾ ആ ശ്രീകോവിലിന് ഉള്ളിൽ നിന്നും എന്തോ എന്ന് ശ്രീയുടെ സ്വരത്തിൽ ഒരു ശബ്ദം വന്നപ്പോൾ അവിടെ കൂടി നിന്ന ആളുകളുടെ മുഴുവൻ കണ്ണു നിറഞ്ഞുപോയി. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ വിളിച്ചപ്പോൾ വിളി കേട്ട അമ്മയാണ് ശ്രീ ശാരദാമ്മ. അങ്ങനെയുള്ള ആ ശാരദാമ്മയെ കുളിച്ചു തൊഴുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകുന്നത് എത്രയോ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ശിവഗിരി തീർത്ഥാടനത്തിന് നാഗമ്പടത്തു നിന്ന് തുടക്കം കുറിച്ചപ്പോൾ 4 പേര് പോയി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് 5 പേര്, അങ്ങനെ ആ 9 പേര് ശിവഗിരിയിൽ എത്തിയെങ്കിൽ ഇന്ന് നമുക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യം നാനാജാതി മതസ്ഥരായ ആളുകൾ ആ സന്നിധിയിലേക്ക് വരുന്നു. പല മതത്തിൻ്റെയും പുരോഹിതന്മാർ അവിടെ എത്തിച്ചേരുന്നു. ഇന്ന് വത്തിക്കാനിൽ പോലും ശ്രീനാരായണ ഗുരുദേവന്റെ ആ ദർശനത്തെ എത്തിക്കുവാൻ ഇന്നത്തെ മഠാധിപതി നേതൃത്വം കൊടുക്കുന്ന ആ സംഘത്തിന് കഴിഞ്ഞുവെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ സൂക്തത്തെ മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ യാതൊരു കാര്യവും നടക്കുകയില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ അഭിമാനമുള്ള ഒരു സുദിനം കൂടിയാണ് ഈ ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുമ്പോൾ. നമ്മൾ കൃത്യമായ രീതിയിൽ ഗുരുവിൻ്റെ കൽപ്പനയനുസരിച്ച് ബുദ്ധൻ്റെ ആ പഞ്ചശുദ്ധികളെ പാലിച്ചുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ മഞ്ഞവസ്ത്രധാരികളായി ഭഗവാന്റെ മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ ശിവഗിരിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ ഭഗവാന്റെ ആ അനുഗ്രഹം നമ്മളെ ഏറ്റുവാങ്ങുവാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അവിടേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അവസാന ഭാഗം എത്തുമ്പോൾ സ്വാമി തൃപ്പാദങ്ങളോട് വല്ലഭശ്ശേരി ഗോവിന്ദനാശാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഗോവിന്ദൻ വൈദ്യർ പറയുന്നുണ്ട്, എപ്പോഴും ഭക്തന്മാർ വരുമ്പോൾ എപ്പോഴും ഭഗവാന്റെ സാന്നിധ്യം ശിവഗിരിയിൽ ഉണ്ടാകണമെന്ന്. അപ്പോൾ സ്വാമി തൃപ്പാദങ്ങൾ ചെറുപുഞ്ചിരിയോടുകൂടി ഭഗവാന് സമീപം നിന്നിരുന്ന നരസിംഹസ്വാമികളെ നോക്കുന്നതായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഭഗവാൻ ചോദിക്കുന്നുണ്ട്, എപ്പോഴുമോ എന്ന്. അതെ, എപ്പോഴുമെന്ന്. അതെ, ഇന്നും എന്നും ലോകമുള്ള കാലം അത്രയും ആ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന ആളുകളെ മുഴുവൻ അനുഗ്രഹിക്കാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ആ സാന്നിധ്യം എപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നും പല ആളുകൾ കൃത്യമായ രീതിയിൽ ചതയ നോയമ്പുകൾ അനുഷ്ഠിച്ച് അവരുടെ ഉത്തിഷ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശിവഗിരി എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവും വേണ്ട. കാരണം അതിനുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ആ ശിവഗിരി തീർത്ഥാടനത്തോട് അനുബന്ധിച്ച് ഭഗവാൻ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യങ്ങളായി തന്നിരിക്കുന്ന അഷ്ടവിഷയങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള ആളുകളെ, ഓരോ വിഷയത്തിലും ഏറ്റവും കഴിവുള്ള ആളുകളെ വിളിച്ചു വരുത്തി ആ 8 വിഷയങ്ങളിൽ ക്ലാസുകൾ എടുപ്പിച്ച് അവിടെ ഒരു ജ്ഞാനത്തിൻ്റെ ആറാട്ടാണ് ശ്രീനാരായണ ഗുരുദേവന്റെ കൽപ്പനയനുസരിച്ച് നടക്കുന്നത്. ഇന്നും അത് കൃത്യമായ രീതിയിൽ ആ സമ്മേളനങ്ങളിൽ നടക്കുന്നു എങ്കിൽ ലോകത്ത് നടക്കുന്ന ജ്ഞാനത്തിൻ്റെ ആറാട്ട് ഏത് എന്ന് ചോദിച്ചാൽ അത് ശിവഗിരിയിൽ നടക്കുന്ന ആ പ്രഭാഷണ പരമ്പരയാണ്. ഭഗവാൻ ശിവഗിരി തീർത്ഥാടനത്തിൽ തന്നിരിക്കുന്ന ആ 8 വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആളുകൾക്ക് അറിവുണ്ടാകണം. ആളുകൾക്ക് അറിവുണ്ടാകാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്താണ്? വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവിടെ നിന്നും അവനെ കൈപിടിച്ച് ഉയർത്തി ഇന്ന് ലോകത്തിൻ്റെ പരമോന്നതയിൽ നിൽക്കുന്ന സാങ്കേതിക വിദ്യയിൽ ആ ഗുരുവിൻ്റെ ആ വചനങ്ങൾ എത്തിയെങ്കിൽ ആ 1928 പ്രവചിച്ച ആ വാക്കുകൾ ഈ 92ാമത് ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന സന്ദർഭത്തിൽ ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഗുരുവിനെ കൂടുതലായി വന്ദിക്കുന്ന ഒരു സുദിനം എത്തിച്ചേർന്നിരിക്കുകയാണ്. കാരണം അന്ന് ആ 28 എന്ന് പറയുന്ന കാലഘട്ടവും ഇന്ന് ഈ 2024, 25 എന്ന് പറയുന്ന ആ കാലഘട്ടവുമൊക്കെയായി നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ന് ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന
സാങ്കേതിക വിദ്യകളുടെ വികസനത്തെക്കുറിച്ചും അതിൻ്റെ പുരോഗതിയെക്കുറിച്ചുമൊക്കെ ഇന്ന് നമുക്ക് നല്ലതുപോലെ അറിവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഗുരുദേവൻ പറയുന്നു, ആളുകൾക്ക് അറിവാണ് വേണ്ടത്, അറിവാണ് ഈശ്വരൻ. അങ്ങനെ അറിവുണ്ടാകണമെങ്കിൽ നല്ല പുസ്തകങ്ങൾ വായിക്കണം, അതിനെ യത്നിക്കണം, അതിലൂടെ അറിവുണ്ടാകാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ 8 വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം മഹാഗുരു വിദ്യാഭ്യാസത്തിന് കൊടുത്തു. 1926 ശ്രീനാരായണ ഗുരുദേവനാണ് പോളിടെക്നിക്ക് തുടങ്ങിയതെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ശിവഗിരിയിൽ തുടങ്ങിയത് 1926 ശ്രീനാരായണ ഗുരുദേവൻ. അതിനുശേഷം 1967 അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ച് കേത്തേരി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഇങ്ങനെയുള്ള ആ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഏതാണ്ട് 41 വർഷം എടുക്കേണ്ടി വന്നു ഇങ്ങനെ ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു പോളിടെക്നിക്ക് തുടങ്ങാൻ. എന്നാൽ ഒരു ഋഷിക്ക് അത്രയും കാലം വേണ്ട. അതാണ് ഋഷികളുടെ മഹാത്മ്യം. അതുതന്നെയാണ് നമ്മുടെ ഗുരുനാഥൻ്റെയും പ്രത്യേകത. ഗുരുനാഥൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ഗുരുനാഥൻ ആ ഭഗവാന്റെ ആ കയ്യിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഗുരുനാഥൻ്റെ കയ്യിൽ കിടക്കുന്ന ആ മോതിരം കൊണ്ട് ആദ്യാക്ഷരം കുറിപ്പിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായും അവർക്കാർക്കും യാതൊരു പരാജയങ്ങളും ഉണ്ടാകുന്നില്ല. കാരണം അത് സാക്ഷാൽ ഋഷി തന്നെയാണ്. അപ്പോൾ ഇവിടെ ഗുരുനാഥനും ഗുരുദേവനുമൊക്കെ ആ ഋഷിഭാവത്തിൽ നമ്മളെല്ലാവരെയും എന്നും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത്തെ വിഷയമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, കാകദൃഷ്ടി ഭഗധ്യാനം ശാനനിദ്ര തദൈവ അല്പാകാരം ജീർണവസ്ത്രം ഏകാതു വിദ്യാർത്ഥി ലക്ഷണമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ ജീർണവസ്ത്രം ധരിച്ച് അല്പാഹാരം കഴിച്ച് അവൻ പഠിക്കുന്ന വിഷയങ്ങളിൽ മാത്രം താല്പര്യം കാണിച്ചുകൊണ്ട് അറിവുള്ളവനായി മാറണമെന്നാണ് ഓരോ മഹാത്മാക്കളും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വിദ്യാഭ്യാസത്തിലാണെങ്കിലും ആ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ശുചിത്വമാണെങ്കിലും അങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ ആദ്യത്തെ 4 വിഷയങ്ങൾ പിന്നീട് വരുന്ന 5ാമത് മുതലുള്ള 8 വിഷയങ്ങളുമായി നമ്മൾ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ഒന്നൊന്നിനോട് കണക്ട് ചെയ്ത് നിൽക്കുന്നതായി നമുക്കറിയാം. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ തന്നിരിക്കുന്ന തീർത്ഥാടനമാണ് ശിവഗിരി തീർത്ഥാടനം. അങ്ങനെ ആ ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കാളിയാകുവാൻ വേണ്ടി പദയാത്രികരായി നമ്മുടെ ഗുരുനാഥൻ്റെ മഹാസമാധി മന്ദിരത്തിൽ വന്നിച്ച് അവിടെ നിന്നും അനുഗ്രഹം മേടിച്ച് ആദിത്യ ഭഗവാന്റെ സന്നിധിയിൽ നിന്നും ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ എന്നുള്ള മന്ത്രത്തോടുകൂടി ഇവിടെ നിന്നും 5 ചെറുപ്പക്കാര് പഞ്ചശുദ്ധി പാലിച്ച് ഭഗവാന്റെ സന്നിധിയിലേക്ക് പുറപ്പെടുകയാണ്. ഇത് മറ്റുള്ള മുഴുവൻ ആളുകൾക്കും മാതൃകയാണ്. ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ഇന്ന് നമ്മുടെ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിൽ ഭഗവാനെ അറിയുവാനും ഭഗവാന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്ന ഈ 5 ചെറുപ്പക്കാര് നമുക്കെല്ലാവർക്കും എന്നും എന്നും അഭിമാനമുള്ള കാര്യമാണ്. കാരണം അവരെ കണ്ട് അടുത്ത തലമുറ ആ ഭഗവാന്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യുവാനും ഭഗവാന്റെ കൃതികൾ പഠിക്കുവാനും ഭഗവാന്റെ ആ സൂക്തങ്ങൾ മനസ്സിലാക്കാനും തയ്യാറായാൽ നമുക്ക് നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രീനാരായണ ഗുരുദേവ ആ ദർശനം, ആ ഭഗവാന്റെ ആ ദർശനത്തെ പഠിക്കുവാനും അതുപോലെ നമ്മുടെ ഇവിടെ നടക്കുന്ന നമ്മുടെ ശാഖകളിലും അതുപോലെ തന്നെ മഠത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ വിവിധ രീതിയിലുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. കഴിയുന്നത്ര ആളുകൾ ഈ വക ക്ലാസ്സുകളിൽ പങ്കാളികളായി നമ്മൾ നല്ല മനസ്സോടുകൂടി ഭഗവാനെ അറിഞ്ഞ് ഭഗവാനെ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, നമ്മുടെ ഇവിടെ നിന്നും ചെറുപ്പക്കാർ ശിവഗിരിയിലേക്ക് പോകുമ്പോൾ ഇതാ ഇവിടെ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അവർ നമുക്കൊരു മാതൃകയാണ്. അവർ ആ മാതൃകയെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പിന്തുടരുവാൻ കഴിയട്ടെ. ഇന്ന് 5 പേര് പോയി എങ്കിൽ അത് പിന്നീട് ആയിരങ്ങളായി മാറുവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെയും അതുപോലെ തന്നെ ഗുരുനാഥൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സമീപ പ്രദേശത്തുള്ള ശാഖയിലെ ചെറുപ്പക്കാരെയും കൂട്ടിയിണക്കിക്കൊണ്ട് അടുത്ത വർഷം നമുക്ക് കൂടുതൽ ആളുകളെ ഇവിടുന്ന് പങ്കെടുപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ സ്വർഗഭൂമിയിലേക്ക് പോകാം. അത് 2 ഗുരുക്കന്മാർ തമ്മിലുള്ള ഒരു ബന്ധമാണ് അവിടെ നിൽക്കുന്നത്. ഒന്ന് ബ്രഹ്മശ്രീ സ്വാമി സൂര്യനാരായണ ദീക്ഷർ എന്ന ആ ഗുരുവിൻ്റെ ആ സന്നിധിയിൽ നിന്നും ലോകത്തിൻ്റെ ഗുരുവായ ആ മഹാഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്നിധിയിലേക്കാണ് പോകുന്നത്. ഒന്ന് ഗുരുനാഥൻ്റെ മഹാസമാധി പീഠത്തിൽ നിന്നും ഗുരുദേവൻ്റെ മഹാസമാധി പീഠത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ ജ്ഞാനത്തിൻ്റെ ആറാട്ട് നടക്കുന്ന ആ സന്നിധിയിൽ എത്തിച്ചേരുന്ന എല്ലാ തീർത്ഥാടകർക്കും ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും, എന്നെ ശ്രവിച്ച മുഴുവൻ ആളുകൾക്കും ശ്രീനാരായണ ഗുരുദേവൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ബ്രഹ്മശ്രീ സ്വാമി സൂര്യനാരായണ ദീക്ഷിത ഗുരുവിൻ്റെ
ഗുരുനാഥൻ്റെയും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അല്പം ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പുനരുദ്ധാരണ പണികൾ നടക്കുകയാണ്. നമുക്കറിയാം, പ്രപഞ്ചത്തിൻ്റെ ശക്തിയായ ആദിത്യ ഭഗവാൻ കുടികൊള്ളുന്ന ആ ശ്രീകോവിലിൻ്റെ പണി നടക്കുമ്പോൾ നമ്മളെ കൊണ്ട് ആകാവുന്ന ആ സഹായങ്ങൾ ചെയ്താൽ തീർച്ചയായും അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കല്ലുകൊണ്ട് അതിന് മുകളിൽ നല്ല രീതിയിൽ തേക്കും തടി കൊണ്ട് അതിന് മുകളിൽ ചെമ്പടിച്ച് ചെയ്യുമ്പോൾ തലമുറകൾ ഇരിക്കുവാൻ പോകുന്ന, ലോകമുള്ള കാലം അത്രയും ഇരിക്കത്തക്ക രീതിയിൽ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് ആ ശ്രീകോവിൽ ഇപ്പോൾ വീണ്ടും പുനരുദ്ധാരണം നടത്തിയിരിക്കുന്നത്. അത് ഗുരുനാഥൻ്റെ സങ്കല്പശക്തി കൊണ്ടാണ്. ഏതാനും മാസങ്ങൾ കൊണ്ട് വളരെ അത്ഭുതം തോന്നത്തക്ക രീതിയിൽ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് അതിൻ്റെ ചെമ്പ് അടിക്കൽ വരെയുള്ള, അല്ലെങ്കിൽ അത് മേഞ്ഞു തീരുന്ന കർമ്മം വരെ, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ വരെ ഭംഗിയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും നമ്മുടെ സ്ഥിതി അനുസരിച്ച് നമ്മൾ സാമ്പത്തിക സഹായങ്ങൾ മറ്റും കൊടുത്ത് നമ്മൾ അതിനെ വേണ്ടുന്നതായ രീതിയിൽ എല്ലാവരും അതിന് സംരക്ഷണം കൊടുത്ത് അതെല്ലാം നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിൽ പങ്കാളിയാകുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പ്രാവശ്യം നമ്മളെ കൊണ്ട് സാധിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ഒരു സൂര്യക്ഷേത്രം. കാരണം സൂര്യനും ശിവനും എല്ലാം ഒന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സൂര്യനും ശിവനും ഒന്നാണെന്ന് പറയുന്നു എന്ന് പറയാൻ കാരണം, ഈ ലോകം ഉണ്ടായ സമയത്ത് ഒരു കുറ്റാക്കൂരി ഇരുട്ടായിരുന്നെന്നും ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്നും സയൻസ് പറയുന്നുണ്ട്. ആ സയൻസ് പറയുമ്പോൾ ആ സയൻസ് തന്നെ പറയുന്നു, ആ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ ഒരു ശബ്ദമുണ്ടായി, അത് ഓം ആണെന്നും അന്നൊരു ഗോളമുണ്ടായി, അത് സൂര്യനാണെന്നും. നമ്മൾ ആ സൂര്യനെ ഇവിടെ ദേവനായി ആരാധിക്കുന്നുവെങ്കിൽ നമ്മൾ ആ സൂര്യക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ തലമുറയ്ക്ക് തന്നെ അത് വേണ്ടുന്ന രീതിയിൽ അനുഗ്രഹമായി ഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇത് കഴിഞ്ഞ് ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ നടക്കുന്ന ബാക്കി ചടങ്ങുകളൊക്കെ ഇനി വരാൻ നോട്ടീസും കാര്യങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നടക്കുമ്പോൾ അതിലെല്ലാം പങ്കാളികളായി നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യം ഈ ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടാകണം. പറ്റുമെങ്കിൽ എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ എത്തി ഇവിടുത്തെ പ്രാർത്ഥനയിലും ശാന്തിഭവനത്തിലും പങ്കാളികളാകണം. അതിലൂടെ ഗുരുനാഥൻ്റെയും ആദിത്യ ഭഗവാന്റെയും അനുഗ്രഹം എല്ലാ ആളുകൾക്കും ഉണ്ടാകട്ടെ. ഗുരുനാഥൻ്റെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് എല്ലാവിധമായ അനുഗ്രഹവും ഗുരുനാഥൻ തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനെല്ലാം ഏറ്റുവാങ്ങുവാൻ ഇളം തലമുറയുമായി ഈ ഗുരുനാഥൻ്റെ സന്നിധിയിലേക്ക് വരണമേ. ആ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധമായ അനുഗ്രഹവും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഗുരുനാഥൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്തേ. മുൻ വർഷങ്ങളിൽ ആദ്യമായി തുടങ്ങുമ്പോൾ അദ്ദേഹം ഒറ്റയാൾ തീർത്ഥാടനമായി പുറപ്പെടുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം 5 വർഷങ്ങളിലായി ഇപ്പോൾ 5 പേരുടെ സാന്നിധ്യം ഇവിടെ ഉറപ്പിക്കുവാൻ സാധിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം നാഗമണം മഹാദേവ ക്ഷേത്രത്തിലെ തേന്മാവിൻ സുഹൃത്തിൽ നിന്ന് ആരംഭിച്ച 3 പേരിൽ തുടങ്ങിയ ആ തീർത്ഥാടനം ഇന്ന് മഹാ തീർത്ഥാടനമായി അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ യാത്രയിൽ മറ്റ് തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാതിരിക്കുവാൻ നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. ശ്രീനാരായണ ഗുരുദേവന്റെയും വന്യ ഗുരുനാഥന്റെയും ആദിത്യ ഭഗവാന്റെയും അനുഗ്രഹാസനങ്ങളൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ഈ നമ്മുടെയൊക്കെ ഈ പ്രാർത്ഥനയിൽ ഇവരുടെ യാത്ര സമന്വയം ശിവഗിരിയിൽ പര്യവസാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹകരണവും ഇവർക്കുണ്ടാകണം. വരും കാലങ്ങളിലും ഇവരുടെ ഈ യാത്ര ഇതിലും ബൃഹത്തായ രീതിയിൽ തന്നെ നമുക്ക് ആരംഭിക്കുവാൻ സാധിക്കണം. തുടങ്ങുവാൻ വീണ്ടും വലിയ വലിയ സമ്മേളനങ്ങളോടും കൂടി തന്നെ ഈ യാത്ര ഇതിപ്പോൾ ചെറിയ പരിപാടികളാണെങ്കിൽ പോലും വരും കാലങ്ങളിൽ ഇത് ദൃഢമായ രീതിയിൽ എത്തിക്കുവാൻ എല്ലാ ഭക്തജനങ്ങളും ശ്രദ്ധാലുക്കളാകണം. വരും കാലങ്ങളിൽ ഈ യാത്രയുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. നമുക്ക് വരും കാലങ്ങളിൽ എല്ലാ ജനങ്ങൾക്കും നല്ല രീതിയിലുള്ള അനുഗ്രഹാശങ്ങളും അതോടൊപ്പം തന്നെ ഭഗവാന്റെ അനുഗ്രഹാശങ്ങളും എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തീർത്ഥാടന സംഘത്തിന് പതാക കൈമാറുന്നതിന് വേണ്ടി സഹായത്തിൻ്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ്
ശ്രീ രാമചന്ദ്രൻ വടക്കേറ്റിപ്പോട്ട് അവരെ ക്ഷണിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളിൽ പങ്കാളികളാണെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ക്ഷേത്ര ആചാര്യന്മാരെ എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവന്റെ സന്നിധിയിലേക്ക് കോത്തല ഗുരുനാഥന്റെ സന്നിധിയിൽ നിന്നും 5ാമത് ശിവഗിരി തീർത്ഥാടന പദയാത്രികൾ ഇവിടുന്ന് പുറപ്പെടുക. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും
ശിവഗിരിയിലേക്ക് ജനങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പദയാത്രയായി. കോട്ടയത്ത് നാഗമ്പടത്തപ്പൻ്റെ തിരുമുറ്റത്ത് നിൽക്കുന്ന തെന്മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ അവിടെ എത്തിയ ആ ഭക്തരുടെ ഹിതമനുസരിച്ച് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകി. 1928 തീർത്ഥാടനത്തിന് അനുമതി നൽകിയത്. എന്നാൽ അത് മഹാഗുരുവിൻ്റെ ആ മഹാസമാധി കൈവരിച്ചതുകൊണ്ട് 28 അല്ലെങ്കിൽ 29 കാലഘട്ടത്തിലൊക്കെ തീർത്ഥാടനം തുടങ്ങാൻ സാധിച്ചില്ല. പിന്നീട് ആദ്യത്തെ സംഘം 1932 കോട്ടയത്ത് നാഗമ്പടത്തപ്പൻ്റെ തിരുമുറ്റത്ത് നിന്നും 5 പേർ ശിവഗിരിയിലേക്ക് എത്തി. നാഗമ്പടത്തപ്പൻ്റെ സന്നിധിയിൽ നിന്നും 4 പേര് ശിവഗിരിയിലേക്ക് എത്തി. എന്നാൽ 1933 അവർ അവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ അത് ജനുവരി മാസം 1-ാം തീയതിയായിരുന്നു. എന്നാൽ അതിനു മുമ്പ് മൂലൂര് എസ് പത്മനാഭപ്പണിക്കരുടെ കേരള കൗസ്തവം എന്ന ആ ഭവനത്തിൽ നിന്നും 5 പേര് മഞ്ഞവസ്ത്രധാരികളായി ഗുരുവിൻ്റെ മന്ത്രം ജപിച്ചുകൊണ്ട് ശിവഗിരിയിൽ 1932 ഡിസംബർ മാസം 31-ാം തീയതി എത്തിച്ചേരുകയും ആദ്യ പദയാത്രികർ എന്ന ബഹുമതി സുഗുണാനന്ദഗിരി സ്വാമിയിൽ നിന്നും അവർ കൈപ്പറ്റുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസത്തെ വ്യത്യാസത്തിലാണ് കോട്ടയത്തു നിന്നെത്തിയ ആളുകൾക്ക് ആ ഒരു അവസരം നഷ്ടപ്പെട്ടത്. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശ്രീനാരായണ ഗുരുദേവന്റെ സന്നിധിയിലേക്ക് ജാതിപത ഭേദമന്യേ ഇന്ന് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി നിൽക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് വത്തിക്കാനിൽ പോലും ഇന്ന് ഗുരുവിന്റെ സന്ദേശം മാർപ്പാപ്പയുടെ സന്നിധിയിൽ ശിവഗിരിമഠത്തിന്റെ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള സമയമെത്തി അവിടെയും ഒരു സർവമത സമ്മേളനം നടത്തുവാൻ സാധിച്ചുവെങ്കിൽ ഇന്ന് ലോകത്ത് മുഴുവൻ ഗുരുവിന്റെ ആ ദർശനം നിറഞ്ഞു നിൽക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ വായിച്ചറിഞ്ഞതും പല മീഡിയയിലൂടെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് നമ്മുടെ ഈ ഗുരുനാഥന്റെ സന്നിധിയിൽ നിന്നും ഈ ഇരുളറിഞ്ഞു കിടന്ന പ്രദേശത്തെ ഇന്ന് കാണുന്ന രീതിയിൽ അഭിവൃദ്ധിയിലേക്ക് എത്തിച്ച് ഒരു അഡ്രസ് ഉണ്ടാക്കി തന്ന ഒരു പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ച് അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ഈ കോത്തലയെ ശ്രീ സൂര്യനാരായണപുരം എന്ന അല്ലെങ്കിൽ എസംപുരം എന്ന് നാമകരണം ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ലോകത്തിന്റെ ഇടയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞ അല്ലെങ്കിൽ എത്തിച്ചു വന്ന നമ്മുടെ ഗുരുനാഥന്റെ സന്നിധിയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് അറിവ് പകർന്നു കൊടുത്ത ബ്രഹ്മശ്രീ സ്വാമി സൂര്യനാരായണ ദീക്ഷിത ഗുരുനാഥന്റെ ആ സമാധി ഇരിക്കുന്ന അല്ലെങ്കിൽ ആ സമാധി അല്ലെങ്കിൽ ഭഗവാന്റെ ഭൗതിക ശരീരം അല്ലെങ്കിൽ ഗുരുനാഥന്റെ ഭൗതിക ശരീരം കുടികൊള്ളുന്ന ഈ സന്നിധിയിൽ നിന്നും ശ്രീനാരായണ ഗുരുദേവന്റെ ഭൗതിക ശരീരം കുടികൊള്ളുന്ന ആ ശിവഗിരി കുന്നിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ സ്വർഗഭൂമി എന്ന് വിശേഷിപ്പിച്ച ആ സന്നിധിയിലേക്ക് നമ്മുടെ ഈ നാട്ടിൽ നിന്നും നമ്മുടെ ഈ ചെറുപ്പക്കാരായ ആളുകൾ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ജീവിത സാഹചര്യങ്ങളെ വാർത്തെടുത്തുകൊണ്ട് അവർ ലഹരിമുക്തമായ രീതിയിൽ ഭഗവാന്റെ ചിന്തകളെ മനസ്സിൽ നിറച്ചുകൊണ്ട് അവർ ഇവിടുന്ന് ശ്രീനാരായണ പരമഗുരുവിൽ നമഃ എന്നുള്ള മന്ത്രത്തോടുകൂടി ആ ശിവഗിരിയിൽ ഭഗവാന്റെ സ്വർഗഭൂമിയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും നമ്മുടെ ഈ ക്ഷേത്രത്തിനും നമ്മുടെ ഈ പ്രദേശത്തിനുമെല്ലാം ഒരു മാതൃകാപരമായ രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ഈ പദയാത്രികർക്ക് ഭഗവാന്റെ എല്ലാവിധമായ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമുക്കറിയാം, ഗുരുനാഥനെ സംബന്ധിച്ചിടത്തോളം ഈ സന്നിധിയിൽ എത്തിച്ചേരുന്ന ആളുകൾക്കെല്ലാം അവരുടെ ആവശ്യം എന്താണോ അതറിഞ്ഞ് അവരെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ഒരു ഋഷിയായിരുന്നു ബ്രഹ്മശ്രീ സ്വാമി സൂര്യനാരായണ ദീക്ഷിതർ. ശ്രീനാരായണ ഗുരുദേവന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന ആളുകൾക്ക് എന്താണോ വേണ്ടത് എന്ന പരകൃതജ്ഞാനിയായ ശ്രീനാരായണ ഗുരുദേവൻ അതിന് അവർക്ക് വേണ്ടുന്നതായ കാര്യങ്ങളെ ഉപദേശിച്ച് അനുഗ്രഹിച്ചത് നമുക്കെല്ലാവരും വായിച്ചറിയുകയും അനുഭവത്തിലൂടെ ഇന്നും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ആ പരമകാരുണ്യവാനായ ശ്രീനാരായണ ഗുരുദേവൻ അവിടുന്ന് അനുമതി നൽകി കൽപ്പിച്ച് അനുമതി നൽകിയ ഈ ശിവഗിരി തീർത്ഥാടനം സാധാരണ ഒരു തീർത്ഥാടനത്തിൽ നിന്ന് ധാരാളം വ്യത്യസ്തതകളുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് അറിവിന്റെ ആറാട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ശിവഗിരിയിലാണ്, ജ്ഞാനത്തിന്റെ ആറാട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ശിവഗിരിയിലാണ്. ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയതിനു ശേഷം സാന്ദ്രപാദങ്ങൾ ചോദിക്കുകയുണ്ടായി, ഈ നാടിന്റെ നാനാഭാഗത്തു നിന്നും കുറെ ആളുകൾ ശിവഗിരിയിലെത്തി
വളരെ പണവും ചെലവഴിച്ച് കുളിയും കഴിഞ്ഞ് ഊണം കഴിഞ്ഞ് ഇവിടെ നടന്ന് അവർ ബുദ്ധിമുട്ടി വീട്ടിലേക്ക് മടങ്ങിയതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇതിനൊരു ലക്ഷ്യം വേണ്ടേ? അങ്ങനെ ഭഗവാൻ തന്നെ മൊഴിഞ്ഞു കൊടുക്കുന്ന വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, അങ്ങനെ ആ സാങ്കേതിക പരിശീലനത്തെ കുറിച്ച് പോലും അന്ന് 1928 ഗുരുദേവൻ പ്രവചിച്ചുവെങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യ നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ രാജ്യത്തിൽ നിന്നും ചന്ദ്രനിലേക്കും അതുപോലെ തന്നെ മറ്റ് പല രീതിയിലുള്ള വികസനമായ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും മാതൃകയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ നിൽക്കുന്നുവെങ്കിൽ 1928 ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ ജില്ലയായ കോട്ടയത്ത് നാഗപ്പുറത്ത് വെച്ച് മൊഴിഞ്ഞ അമൃതവചനത്തിന്റെ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ലോകത്ത് ഒരു അറിവിന്റെ ആറാട്ട് നടക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു ജ്ഞാന വിളംബരം നടക്കുന്നുവെങ്കിൽ അത് ശിവഗിരിയിൽ മാത്രമേ ഉള്ളൂ. ഭഗവാൻ പറഞ്ഞു 8 വിഷയങ്ങളിൽ പ്രാഗത്യമുള്ള അല്ലെങ്കിൽ 8 വിഷയങ്ങളിൽ നല്ല അറിവുള്ള ആളുകളെ ശിവഗിരിയിൽ വിളിച്ചു വരുത്തി 8 വിഷയങ്ങളിലും അവരെ കൊണ്ട് എന്ത് ചെയ്യണം? പ്രഭാഷണങ്ങൾ നടത്തിക്കണം, ക്ലാസുകൾ നടത്തിക്കണം എന്ന് പറഞ്ഞുവെങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാർ നിർവഹിക്കുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അങ്ങനെ നമുക്കറിയാം, ഏത് രീതിയിൽ നോക്കിയാലും ഇത് ലോകത്തിന് മുഴുവൻ മാതൃകയായി നിൽക്കുന്ന ശിവഗിരി ഇന്ന് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും ഉള്ളിലേക്ക് മഹാഗുരുവിന്റെ ദർശനത്തെ എത്തിച്ചുകൊണ്ട് നല്ലൊരു ലോകജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്നത്തെ സന്യാസി സംഘം പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരും ജാതിമത ഭേദമന്യേ ഗുരുവിന്റെ ദർശനത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലുള്ള തീർത്ഥാടനങ്ങൾ കാണുകയും കേൾക്കുകയും അതിൽ പങ്കാളികളാകുകയും ചെയ്യണം. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇവിടെ നിന്ന് ഉള്ള ആളുകൾ ഡിസംബർ 31-ാം തീയതി വെളുപ്പിനെ നടക്കുന്ന ഘോഷയാത്ര കണ്ടിട്ടില്ലാത്ത ആളുകളെല്ലാം പോയത് കാണണം. കാരണം ശിവഗിരിയിലെ മഹാസമാധി മന്ദിരത്തിന് മുന്നിൽ നിന്നും ഭഗവാൻ ശിവഗിരിയിലെ പരിസര പ്രദേശങ്ങളിലും യാത്രയ്ക്ക് ഉപയോഗിച്ച റിക്ഷയിൽ ഭഗവാന്റെ എണ്ണച്ചായ ചിത്രം വെച്ച് അലങ്കരിച്ച് പഞ്ചവാദ്യ മേളത്തോടെ ശിവഗിരി കുന്നിലെ ഭഗവാന്റെ ഭൗതിക ശരീരം കുടികൊള്ളുന്ന സമാധി പീഠത്തിൽ നിന്നും ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ എന്ന മന്ത്രത്തോടുകൂടി സന്യാസി ശ്രേഷ്ഠന്മാർ റിക്ഷ വലിച്ചുകൊണ്ട് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി ശിവഗിരി കുന്നിൽ നിന്നും മുൻവശത്ത്, അതായത് റിക്ഷ അവിടെ നിന്നും വലിച്ച് വർക്കല മൈതാനത്ത് എത്തിച്ചേരുമ്പോഴും ശിവഗിരിയിൽ നിന്നും അതിന്റെ പിറകുവശം ഇറങ്ങിത്തീരുന്നില്ല, അല്ലെങ്കിൽ ഘോഷയാത്രയുടെ പിറകുവശം ഇറങ്ങിത്തീരുന്നില്ല. അതുപോലെ ആളുകൾ ഓരോ വർഷം ചെല്ലുന്തോറും ഘോഷയാത്രയിൽ പങ്കാളികളാകാൻ എത്തിച്ചേരുന്നു. അത് 2 കൈയായിട്ടൊന്നുമല്ല പോകുന്നത്. വഴി തിങ്ങി നിറഞ്ഞ് പോകുന്ന വഴികളിൽ മുഴുവൻ ജാതിപത ഭേദമന്യേ എല്ലാവരും വിളക്കുകൾ തെളിച്ചു വെച്ച് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച നമ്മളെ എല്ലാവരെയും കൂടിത്തെരിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഈ മഹാത്മ്യം അടുത്ത തലമുറയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഈ ഘോഷയാത്ര കണ്ടിട്ടില്ലാത്ത മുഴുവൻ ആളുകളും ഡിസംബർ 31-ാം തീയതി വെളുപ്പിനെ ശിവഗിരിയിലെത്തി ഘോഷയാത്ര കാണണം. അതുപോലെ തന്നെ നവവത്സര പൂജ എന്ന പൂജ ഡിസംബർ 31-ാം തീയതി കഴിഞ്ഞ് ജനുവരി മാസം 1-ാം തീയതി ഭഗവാൻ പറഞ്ഞു, ആണ്ട് പിറപ്പിക്ക് വേണം നിങ്ങൾ ശിവഗിരിയിൽ ഒത്തുകൂടുവാൻ. യൂറോപ്യന്മാരുടെ ആണ്ട് പിറപ്പിക്കായിക്കൊള്ളട്ടെ നിങ്ങൾ ശിവഗിരിയിൽ ഒത്തുകൂടേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞുവെങ്കിൽ ആണ്ട് പിറപ്പിയുടെ വെളുപ്പിനെ അല്ലെങ്കിൽ ജനുവരി മാസം 1-ാം തീയതി വെളുപ്പിനെ ശിവഗിരിയിൽ നടക്കുന്ന നവവത്സര പൂജ അത് വളരെ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ അവിടെ എത്തിച്ചേരുന്നു നവവത്സര പൂജ തൊഴുവാൻ വേണ്ടി. കാരണം മഹാകവി കുമാരനാശാൻ പാടി വെച്ചതുപോലെ ചെന്താമുഖം ചേതേനമയനയുഗം ചാരുനെറ്റിത്തരം നൽകൊണ്ടാരൻ കാന്തി ഒന്നും പ്രവയോട് ഒരു രോമാളിയാളുന്ന ഭൂമി ചന്ദ്രത്തിൽ രാജ്യങ്ങളും ദുഃഖപറ്റിയ ചിന്തിച്ചുള്ള തേന്റെ ഒരു ചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേ. കാരണം മഹാഗുരുവിന്റെ വെളുത്ത വിഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ മാർബിൾ വിഗ്രഹത്തിലേക്ക് നവവത്സര പൂജ നടക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ മഹാകവി കുമാരനാശാൻ പാടി വെച്ച ചുമപ്പാണെന്ന നിറത്തോടുകൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ ശിവഗിരിയിൽ എത്തുമ്പോൾ അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് വല്ലശ്ശേരി ഗോവിന്ദൻ വൈദ്യർ ആവശ്യപ്പെട്ടപ്പോൾ ശിവഗിരിയിൽ എത്തുമ്പോൾ എപ്പോഴും ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമാറാകണമെന്ന് ആ ഭക്തന്മാരുടെ ഇഷ്ടത്തെ സാധിച്ചു കൊടുത്തുകൊണ്ട് ഇന്നും എന്നും ലോകമുള്ള കാലം അത്രയും മഹാഗുരു അവിടെ എല്ലാവർക്കും
എല്ലാവർക്കും അനുഗ്രഹത്തെ ചൊരിഞ്ഞുകൊണ്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നാം ഇവിടെ ഒരു യന്ത്രം സ്ഥാപിച്ചിട്ടുണ്ട്, യാതൊരു കോട്ടവും കൂടാതെ എല്ലാ കാലവും അത് പ്രവർത്തിച്ചു കൊള്ളും എന്ന് മഹാഗുരു ഒഴിഞ്ഞുവെങ്കിൽ ഇന്ന് ലോകത്തിന്റെ യന്ത്രമായി പ്രവർത്തിക്കത്തക്ക രീതിയിൽ ശിവഗിരി മഠം ഇന്ന് നീങ്ങുന്നുവെങ്കിൽ ആ മഠത്തിന്റെ മഹാത്മ്യവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഗുരു എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്. മാതാവെ പോൽ കരുണ അല്ലെ, ജനകനെ പോലെ ക്ഷേമചിന്ത എന്ന് മഹാകവി കുമാരനാശാൻ ഒരുപാട് ദശകത്തിൽ പറയുന്നത് പോലെ ഒരമ്മ എങ്ങനെയാണോ ക്ഷമിക്കുന്നത് അതുപോലെ നമ്മളെ ക്ഷമിച്ച് നമ്മളെ പരിപാലിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന ആ മഹാഗുരുവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഈ നാട്ടിൽ നിന്നും 5 ചെറുപ്പക്കാർ ഒന്നുകൂടി മനസ്സിലാക്കേണ്ട കാര്യം, അവര് സാധാരണയുള്ള ആളുകളിലെ ദുശീലങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് 10 ദിവസം കൃത്യമായ രീതിയിൽ വ്രതങ്ങൾ അനുഷ്ഠിച്ച് ആ മഹാഗുരുവിനെ സങ്കല്പിച്ച് കയ്യിൽ പീതാംബര ദീക്ഷ അണിഞ്ഞ് അവർ ആ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് നമ്മുടെ ഗുരുനാഥന്റെ മണ്ണിൽ നിന്നും ശിവഗിരിയിലേക്കുള്ള ആ യാത്രയിൽ അവർക്ക് ഭഗവാന്റെയും ഗുരുനാഥന്റെയും സൂര്യ ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും ഉണ്ടാകും നേർന്നുകൊണ്ടും ഗുരു പരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഓം ശ്രീനാരായണ ഗുരുരാധ്യാം ശ്രീ ശിവലിംഗായ മധ്യമാം ശ്രീ ബോധാനന്ദ പര്യന്താം വന്ദേ ഗുരുപരമ്പര വന്ദേ ഗുരുപരമ്പര. ഓം ബ്രഹ്മശ്രീ സ്വാമി സൂര്യനാരായണ ദീക്ഷിത ഗുരുവേ നമോ നമഃ. ഓം ശ്രീനാരായണ പരമഗുരുവേ നമോ നമഃ. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഭഗവാന്റെയും ഗുരുനാഥന്റെയും അനുഗ്രഹത്തോടുകൂടി ഇവർ ആ സന്നിധിയിലെത്തി അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനോടൊപ്പം നമുക്കും അതിന്റെ ഗുണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഭഗവത്ഭാരങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്തേ. ഈ ക്ഷേത്രസന്നിധിയിലുള്ള എല്ലാവർക്കും നമസ്കാരം. മഹാസന്നിധിയിലേക്കുള്ള ഈ തീർത്ഥാടന പദയാത്ര നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ്. അവരുടെ ഗുരുനാഥന്റെയും ആദിത്യ ഭഗവാന്റെയും ഗുരുദേവന്റെയും ഒക്കെ ഉൾവിളികളും പ്രേരണകളും അനുഗ്രഹങ്ങളും ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ബഹുമാന്യനുസരിച്ച് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ പദയാത്ര ആരംഭിക്കുവാൻ സാധിച്ചിട്ടുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ആ പദയാത്ര ഒറ്റയാളെ തുടങ്ങി പിന്നീടുള്ള വർഷങ്ങളിൽ ഓരോരുത്തർക്ക് അതിലേക്ക് വന്നു ചേർന്ന് ആ പദയാത്രയെ നയിച്ച് ക്യാപ്റ്റനായിട്ട് പോകുവാൻ സാധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ഭഗവാന്റെ അനുഗ്രഹം ഒന്ന് മാത്രമാണ് എന്ന് നമ്മൾ ഏവരും ആഗ്രഹിക്കണം. ഇനിയുള്ള കാലങ്ങളിലും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ സ്ഥിരമായി നമുക്കൊക്കെ അതിന് സാധിക്കുമെന്നൊരു പ്രാർത്ഥനയുള്ളൂ ഭഗവാനോട്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ആരംഭിക്കുന്ന ഈ തീർത്ഥാടന പദയാത്ര സമങ്കളം പര്യവസാനിക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നോക്കുന്നു. ശ്രീനാരായണ ധർമ്മം ജയിക്കട്ടെ. ഒരു യുവതലമുറ നമ്മുടെ ഗുരുദേവന്റെ സമാധിയിൽ അല്ലെങ്കിൽ ഗുരുദേവന്റെ എല്ലാമായിരിക്കുന്ന ശിവരിലേക്ക് ഗുരുദേവന്റെ ആദർശ വലയത്തിൽ കുടുങ്ങി ഇവരെ ഇവിടെ നിന്നും യാത്ര തിരിക്കാൻ പോവുകയാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും മണപ്പാട് നമുക്ക് ശാഖയുടെ ശാഖയായി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുരസ്കാരത്തോടനുബന്ധിച്ച് നടക്കുന്ന ശ്രീ സൂര്യനാരായണ സൂര്യക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന ഈ പദയാത്രയ്ക്ക് ശ്രീ സൂര്യനാരായണ ദേവസ്വത്തിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നൽകുന്നു. ശ്രീ സൂര്യനാരായണ സൂര്യദേവ ക്ഷേത്രത്തിൽ നിന്ന് സൂര്യനിലേക്ക് ശ്രീ സജിമോന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 5ാമത് തീർത്ഥാടന പദയാത്രയ്ക്ക് ശ്രീ സൂര്യനാരായണ ദേവസ്വം ക്ഷേത്രത്തിന്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതുപോലെ ഈ പദയാത്രയ്ക്ക് എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഭഗവത്നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ പരമഗുരുവേ നമഃ.
സംഘടനകളും വേദിയിലേക്കുള്ള അഞ്ചാമത്തെ പദയാത്ര നടത്താൻ പോവുകയുണ്ട്. ആദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. യാത്രയിൽ ഒരു മിക്കവും ഉണ്ടാകാതെ ഐക്യഭഗവാനും ഗുരുദേവനും ശ്രീ സൂര്യനാരായണ ദീക്ഷിതരും ഇവരെ കാത്തുകൊള്ളും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യാത്ര സമാരംഭം കുറിക്കുകയാണ്. ഈ യാത്രയിൽ ഈ സമ്മേളനത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് യാത്രക്കാരൻ ശ്രീ സജിമോൻ സുരേന്ദ്രൻ അവരുടെ ഓം ശ്രീനാരായണ പരമഗുരുവേ അതിൻ്റെ തീർത്ഥാടനമായ മഹാതീർത്ഥാടനത്തിൽ 92ാമത് ശിവദിവസാണ് മഹാമഹത്തിൽ പങ്കെടുക്കുന്നതിനായി കോട്ടയുടെ മണ്ണിൽ നിന്ന് 5ാമത് വർഷം പദയാത്ര തുടങ്ങുന്നതിന് ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അതുപോലെ തന്നെ നന്ദി അറിയിക്കുന്നു. കൂടാതെ 2 വർഷങ്ങളിലും ഇവിടെ ഈ സാഹചര്യത്തിലും എല്ലാം നമ്മളോട് സഹകരിക്കുന്ന പോലെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും സഹായങ്ങൾ നൽകുന്ന എല്ലാ അനുഭവങ്ങൾക്കും ഈ പദയാത്രയുടെ ഓരോരുത്തരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി ഗുരുനാഥൻ്റെയും വായിച്ച ഭഗവാന്റെയും ഗുരുദേവ സ്വാമിയുടെയും അനുഗ്രഹങ്ങൾ എല്ലാവരും നിർത്തുന്നു.